നമസ്കാരം. ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ അതീവ പ്രസക്തമായ വേറൊരു ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് കാലങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അർത്ഥമറിയാതെ, ഒരുപക്ഷെ പറയുകയാണെങ്കിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തെ അതിരൂക്ഷമായി ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടും അതെന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വിഷയം. ഈ വിഷയം എല്ലാവരും തൊള്ളകൊണ്ട് ആടുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. ആ ഒരു വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക്, ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇന്നത്തെ ജോൺസൺ സ്റ്റാർഗറ്റിൻ്റെ നിരീക്ഷണം നമ്മളെ കൊണ്ടുപോകുന്നത്. ആ പറയുന്ന വിഷയത്തിൻ്റെ പേരാണ് ന്യൂ വേൾഡ് ഓർഡർ. ന്യൂ വേൾഡ് ഓർഡർ അതിഭീകരമായ യാഥാർത്ഥ്യമാണ് ഇന്ന് അനാവൃതമാക്കപ്പെടുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്ന ന്യൂ വേൾഡ് ഓർഡർ എന്താണത്? 2020 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 2020 ന്യൂ വേൾഡ് ഓർഡർ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 25 സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. 30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എപ്പോഴേക്കോ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്താണ് ന്യൂ വേൾഡ് ഓർഡർ? വളരെ സൂക്ഷ്മമായൊരു തലമാണ് നമ്മൾ അനാവൃതമാക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളും, പകർന്നു കൊടുത്തോ. ന്യൂ വേൾഡ് ഓർഡർ അർത്ഥം മനസ്സിലായില്ല. നിങ്ങൾ 3 വേർഡ്സും ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്സും ഒരുമിച്ച് വായിച്ചു. അതാണ് നിങ്ങൾക്ക് പറ്റിയത്. ന്യൂ വേൾഡ് ഓർഡർ, ന്യൂ വേൾഡ് ഓർഡർ, ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എന്താ അത്? വളരെ ലളിതമാണ്. ന്യൂ ആണ് വേൾഡ് ഓർഡർ. വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞ് നടപ്പാക്കുന്നത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ വേൾഡ് ഓർഡർ ആണ് മനസ്സിലാക്കുക. വേൾഡ് ഓർഡർ ആണ് ന്യൂ എന്ന് പറഞ്ഞ് നടപ്പാക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ന്യൂ എന്ന് പറഞ്ഞ് എന്തെല്ലാം കൊണ്ടുവരുന്നുണ്ടോ, കൊണ്ടുവരപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയതല്ല. അത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 തുടങ്ങിയതാണ്. ന്യൂ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുക. ന്യൂ ന്യൂ പാക്കറ്റ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ന്യൂ ലോ ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ന്യൂ ടാക്സസ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ന്യൂ റെസ്ട്രിക്ഷൻസ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ന്യൂ ഡിസീസസ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് നമ്മളെ മലയാള ഭാഷയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ എന്നാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പുതിയ എന്ന് പറഞ്ഞു വരുന്ന എല്ലാതും ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. പുതിയതിന് സമം എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന പരിഷ്കരണം
പരിഷ്കരിച്ചത് എന്ന് പറഞ്ഞാൽ അത് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗം. അമെൻഡ്മെന്റ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. പുതിയത് എന്ന് പറഞ്ഞ് ന്യൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതെല്ലാം തന്നെ പ്രോഗ്രസ്, ന്യൂ ആണത്. ന്യൂ സ്കീം ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ന്യൂ മെത്തേഡ്സ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ ആർക്കും ധാരണയിൽ വരാത്ത ഇതിനൊക്കെ വലുതായ ഒരു കാര്യമാണ് ന്യൂവിനെ വ്യാപിപ്പിക്കുന്ന ന്യൂ എസ് ചേർന്ന ന്യൂസ് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ന്യൂസിലൂടെയാണ്, സോഷ്യൽ മീഡിയ അടക്കമുള്ള ന്യൂസിലൂടെയാണ് ന്യൂ വേൾഡ് ഓർഡർ വ്യാപിപ്പിച്ചിട്ടുള്ളത്. ന്യൂ മെത്തേഡ്സ് എവിടെയാണ് നിങ്ങൾ ആദ്യം കേൾക്കുന്നത്? ന്യൂസിൽ നിന്നാണ്. ഈ ന്യൂസ് എന്ന് പറയുന്നത് ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. അതാണ് ആളുകളുടെ മനസ്സിലേക്ക് ന്യൂ വേൾഡ് ഓർഡറിനെ എത്തിക്കുന്നത്. ന്യൂസ് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ. 2020 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 2020 കിറോണ പിറോണ ബൈറോണ എന്ന് പറഞ്ഞിട്ട് ഒരു പുലിയായിട്ട് ഒരു ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് എങ്ങനെയാ അത് എത്തിച്ചത്? സോഷ്യൽ മീഡിയ അടക്കമുള്ള ന്യൂസിലൂടെയാണ്. ന്യൂസ് ചൈനയിൽ കുറെ പേര് തട്ടിപ്പോയി, മറ്റൊരുത്ത് ഫുഹാനിൽ കുറച്ച് പേര് ചത്തുപോയി, അവര് കുഴഞ്ഞു വീണു എന്നൊക്കെ കാണിച്ചിട്ട് നമ്മളെ പറ്റിച്ചത് എന്തിലൂടെയാണ്? ന്യൂസിലൂടെയാണ്. ഓരോ പുതിയ ഡിസീസസ് തട്ടിപ്പോയി, തട്ടിപ്പോയി ഡിസീസസ് വരുന്നു എന്ന് പറയുന്നത് ഏതിലൂടെയാണ്? ന്യൂസിലൂടെയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കുറെ മണ്ടന്മാര് അവിടെ ഫോറിൻ കൺട്രികളിലേക്ക് പോകുന്നു. നിങ്ങൾ എവിടുന്ന അറിയുന്നത്? ന്യൂസിലൂടെയാണ്. ഇലക്ഷൻ മെഷീൻ തട്ടിപ്പ് ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എവിടുന്ന അറിയുന്നത്? സോഷ്യൽ മീഡിയ അടക്കമുള്ള ന്യൂസിൽ നിന്നാണ്. ഇലക്ഷൻ മെഷീനിൽ തട്ടിപ്പ് ഇല്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നത് ആരാണ്? ഇത് ന്യൂസിൽ നിന്നാണ്. ഇറാനും അമേരിക്കയും അവിടെ തല്ലൂടുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചത് ആരാണ്? ന്യൂസാണ്. എല്ലാം ന്യൂ എന്ന് പറയുന്നതും ന്യൂ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ന്യൂ ആയി വരുന്നത് മുഴുവൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് പരിഷ്കാരം, ന്യൂ, പുതിയ അമെൻമെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സാധാരണ മലയാളിയുടെ, സാധാരണ ഭാരതീയന്റെ സ്വാതന്ത്ര്യത്തെ കവർന്ന് വേൾഡ് ഓർഡർ ആയിട്ടുള്ള ന്യൂ കൊണ്ടുവന്ന് വെച്ച് അവരെ കൊള്ളയടിക്കുകയാണ്, അവരെ പരിമിതപ്പെടുത്തുകയാണ്, കർമ്മ തടസ്സമുണ്ടാക്കുകയാണ് ഈ രാക്ഷസന്മാർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ന്യൂ ഇനി പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിങ്ങൾ ന്യൂ കേട്ടാലും നിങ്ങൾക്കത് മനസ്സിലാവും. ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പാക്കറ്റ് നിങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതിന് വിലയും കൂട്ടിയിട്ടുണ്ടാവും, സാധനവും കുറച്ചിട്ടുണ്ടാവും. അതാണ് ന്യൂ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ന്യൂ വേൾഡ് ഓർഡർ. ന്യൂ ആയിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ കൂടുതൽ പിഴിഞ്ഞു. ന്യൂ ആയിട്ടുള്ള ഒരു ഡിസീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല, അവിടെ ഇവിടെ ഉണ്ടായെന്ന് നിങ്ങളോട് പറയുന്നു. ഇതാണ് ന്യൂ എന്ന് പറയുന്ന തട്ടിപ്പ്. പുതിയ പരിഷ്കരണം, അമെൻഡ്മെന്റ്, ഭേദഗതി എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ന്യൂ എന്ന് പറയുന്ന പുതിയ എന്ന് പറഞ്ഞു വരുന്ന ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് വന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ന്യൂ
വേൾഡ് ഓർഡർ. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഇത് നിങ്ങൾക്ക് ഇനി നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണും, നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ വ്യാപനത്തെ, ഈ തെമ്മടിത്തത്തിൻ്റെ, ഈ രാക്ഷസീയത്തിൻ്റെ വ്യാപനം കൊണ്ടുവരുന്നത് ന്യൂവിൻ്റെ വിതരണക്കാരായിട്ടുള്ള, വേൾഡ് വിതരണക്കാരായിട്ടുള്ള ന്യൂസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം സ്വതന്ത്രമാവാനുള്ള ആദ്യത്തെ പടി നിങ്ങൾ എത്തി അതിലേക്ക്. ഇത്രയും ഭീകരമായൊരു കാര്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ജോൺ സി സ്റ്റാർക്കറ്റിൻ്റെ നിരീക്ഷണത്തിൽ പറയപ്പെടുന്നത്. ഇത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടം, നമുക്കൊന്നും പറയാനില്ല. ഈ ന്യൂ വേൾഡ് ഓർഡർ മനസ്സിലാക്കി ഈ കള്ളത്തട്ടിപ്പ്, പൈശാചികമായിട്ടുള്ളതിൻ്റെ, രാക്ഷസീയമായിട്ടുള്ളതിൻ്റെ തിരസ്കാരത്തിലൂടെ, സമ്പൂർണ്ണ തിരസ്കാരത്തിലൂടെ സ്വതന്ത്ര മനുഷ്യരായി ധർമാനുസൃതം, കർമാനുസൃതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മലയാളികളായ നാം എല്ലാവരും, ഭാരതീയരായ നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കും എന്ന് കരുതിക്കൊണ്ട് അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.